ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ തട്ടിക്കൂട്ട് എഗ് ബിരിയാണിയാണ്. ചിക്കൻ നമ്മളിപ്പോൾ 1-2 വട്ടം ഈ വീക്കിൽ വാങ്ങിച്ചാൽ നമുക്ക് എഗ് ബിരിയാണി മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം റെഡി ആക്കിയിട്ട് നമ്മൾ ഈ റൈസിനെ വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ്. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ബിരിയാണി. ഞാൻ ആദ്യമൊക്കെ അരിയൊക്കെ വേവിച്ച് ഊറ്റിയെടുത്ത് പിന്നെ ലെയറായി സെറ്റ് ചെയ്യണം. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. എങ്ങനെ എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ഒന്ന് ബിരിയാണി ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുക. ഞാൻ അത്ര നല്ല കുക്കോ എൻ്റെ റെസിപ്പി അത്ര ടേസ്റ്റായിട്ടൊന്നുമല്ല, എന്നാലും പറയും. കാരണം ഞാൻ ഈ മെനക്കെട്ട പണിക്ക് നിൽക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം എന്നല്ല, എളുപ്പപ്പണി ആയ കാരണം ഇതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ റൈസൊക്കെ വേവിച്ചത് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആരോട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അമ്മനെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് അത്രയും വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് ക്ഷമയോട് കൂടി കഴിക്കില്ല. അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കായിരുന്നു നല്ലത്. ഇതിപ്പോൾ 2 വട്ടമായിട്ട് കുറേശ്ശെ വാങ്ങിച്ചിട്ട് ഫുള്ള് അവിടെ നിലത്ത് കളയായിരുന്നു. പിന്നെ വൈകിട്ടാണ് ഇവരൊന്ന് പാർക്കിലൊക്കെ പോയി വന്നിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചത്. പിന്നെ ഉണ്ണിയും കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. അവർ അമ്പലത്തിൽ നിന്ന് ഊട്ട് കഴിച്ച് വന്ന കാരണം ഇവിടെ ഒന്ന് ബിരിയാണി കഴിച്ചില്ല, വൈകിട്ടാണ് കഴിച്ച്. ലാസ്റ്റ് ഞാൻ തന്നെ എൻ്റെ പരീക്ഷണം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുട്ടക്കറി ഉണ്ടാക്കിയത് അമ്മയാണ്, റൈസ് മാത്രമാണ് ഞാൻ കുക്ക് ചെയ്തത്. ഞാൻ മുന്നിൽ റൈസ് മാത്രമേ അവരെന്നോട് പറയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.